നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുമ്പിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്മ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സഹായം കൊണ്ട്, വാക്കുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ മദ്രസ ഉസ്താദിനെ പള്ളിയിലേക്ക്, മദ്രസയിലേക്ക് കയറി വന്നിട്ട് പിതാവാം അല്ലെങ്കിൽ ഉമ്മയാകാം, ഒരു സ്ത്രീയും ചെറുപ്പക്കാരനും കൂടെ കൂടിയിട്ട് അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. പാപ്പയാവാം, ചിലപ്പോൾ ഉമ്മയാകാം, അങ്ങനെ തന്നെയാണ്. കടന്നു വന്നിട്ട് അങ്ങോട്ട് അടിക്കാണ് ഭക്ഷണത്തിന്റെ മുമ്പിൽ. സാധാരണ പറയും, കാലം പോലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിടിച്ചുകൊണ്ടാവാറില്ല, കാത്തു നിൽക്കും, ഭക്ഷണം കഴിയാൻ കാത്തു നിൽക്കുന്നുള്ളത്. ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട മകനെ നടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്രൂരമായിട്ട് അവിടെ ഈ സ്ത്രീയും പുരുഷനും വന്നിട്ട് അവിടെ നിന്ന് അത്രത്തോളം മർദ്ദിച്ചിട്ട് പോലും ആ മഹല്ല്, കർണാടകയിൽ ആ മഹല്ല് മൊത്തം അവർ ഉസ്താദിന്റെ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ ഈ ഉസ്താദിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ആക്രമിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കേസ് കൊടുക്കാം, നിങ്ങളവിടെ നിരപരാധിയാണ്, കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അത് നമ്മൾ ആ പൊന്നുമോനെ അവിടെ സപ്പോർട്ട് കൊടുക്കലാണ്. തെറ്റുകൾ ചെയ്യുന്ന സമയത്തും എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് വീണ്ടും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ച ആ കുട്ടി ഇനിയും എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ഉസ്താദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിനെ നിയമപരമായ രീതിയിൽ ആ കമ്മിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അവിടെ നമുക്ക് ഡീല് ചെയ്യായിരുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ ആ ഒരു ചെറുപ്പക്കാരൻ, ആ തല്ലിയ മനുഷ്യൻ ഇന്നവിടെ തെറ്റുകാരനാണ്. തെറ്റുസ്താദിന്റെ ഭാഗത്താണെങ്കിലും ദേഷ്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു പിശാച്ച്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച്ചിന്റെ ആ ചൈത്യം കണ്ട് കടന്നു ചെന്നാൽ പിന്നെ മനുഷ്യന് മനുഷ്യനല്ലാതായി മാറും. മൃഗത്തെക്കാളും മതപ്പതിച്ച് മനുഷ്യൻ പ്രവർത്തിക്കും. കയറി വന്നിട്ട് സ്വന്തം പഠിപ്പിക്കുന്ന, ഇൽമ് പഠിപ്പിക്കുന്ന അധ്യാപകനെ പെരടിയിലേക്ക് നോക്കിയിട്ട് അടിക്കുകയാണ്. ആ അടിച്ച സ്ഥിതിക്കാട് ആ കുട്ടി നോക്കി നിൽക്കുന്നുണ്ട്. സാധാരണ എത്രയോ ആളുകൾ നമ്മുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എന്റെ മകൻ സ്കൂളിലെ അധ്യാപകൻ അടിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മദ്രസയിലെ അധ്യാപകൻ ചീത്ത പറഞ്ഞ് അടിച്ചതുകൊണ്ട് ആ അധ്യാപകനെ പോയി ഞാനും അടിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്റെ മകന് വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തിരുന്നത്. ഇന്ന് അവൻ വലുതായ സമയത്ത് അവൻ എന്നെ അടിക്കുകയാണ് ഉസ്താദേ, എന്നെ ചീത്ത പറയാണ് ഉസ്താദേ എന്ന് സങ്കടത്തോടെ എത്ര രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഓർത്ത അതാണ്. തൊട്ട് താഴത്ത് കമന്റുകൾ എടുത്തു നോക്കുമ്പോൾ ആ വീഡിയോന്റെ താഴത്ത് വരുന്നത് ആ പിതാവും സ്വന്തം ഈ മകനെ കൊണ്ട് അടികൊള്ളുന്നുള്ളതാണ്. മനസ്സിലാക്കണം, കാരണം അധ്യാപകർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദീൻ, അല്ലാഹ് റബ്ബിന്റെ ദീനെ പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ, ഉസ്താദന്മാർ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരാവകാശികളാണ്. ഇവിടെ ദീന് പറഞ്ഞു കൊടുക്കും, കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുപ്പിക്കുന്നത്, നാട്ടുകാർക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്നത് ഇതും പ്രവാചകന്മാരുടെ ദൗത്യമായിരുന്നു. ഈ ദൗത്യമാണ് ഇന്ന് ദീന് പഠിച്ചിട്ട് ഒരുപാട് ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, ആ അടിക്കുന്ന സമയത്ത് ആ ഉസ്താദിന്റെ ഖൽബ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും അല്ലെ? ആ ഉസ്താദ് ഒരു സമയത്തൊന്ന് ഇൽമ പഠിപ്പിക്കുന്ന ആ സ്ഥലത്തിരുന്നിട്ട് ഒന്ന് നെഞ്ചു പൊട്ടിയിട്ട് പടച്ചോനെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാപ്പയും മകനും തീർന്നിട്ടുണ്ടാവും അവിടെ. മനസ്സിലാക്കണം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് കേൾക്കും. ആലിമിന്റെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് കേൾക്കും. പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ 500-1000 കൊടുത്തിട്ട് എന്തിനാ നമ്മൾ ഉസ്താദ് ദുആ ഇറക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലാക്കണം, ആ പൊന്നുമോനെ ഇനി ചിന്തിക്കാൻ തരും, കുറച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് ആ ഉസ്താദിനെ തല്ലിയ പിതാവിനെ ചിലപ്പോൾ തല്ലിപ്പിക്കും. മനസ്സിലാക്കണം, അല്ലാഹു അവർക്ക് ബോധം കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് ബോധം കൊടുക്കട്ടെ. ഉസ്താദ് പുറത്തു കൊടുത്തു, അല്ലാഹു ആ പാപം പുറത്തു കൊടുക്കുക എന്ന ആ മനസ്സിന് അല്ലാഹു തആല ഉസ്താദിന് പ്രതിഫലം കൊടുക്കട്ടെ, അവർക്ക് പടച്ച റബ്ബും പുറത്തു കൊടുക്കട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മളങ്ങനെ കാണുന്ന പല സംഭവങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ ആക്രമിക്കുന്ന മക്കളെ ആക്രമിച്ചുകൊണ്ട് അവിടുന്ന് മുന്നേറിയപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലേ? അധ്യാപകരെ കളിയാക്കിയാൽ എത്രയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഇന്ന് ഞാൻ ഈ പ്രയാസപ്പെടുന്ന എൻ്റെ ക്ലാസ് ടീച്ചറെ ഞാൻ അവിടുന്ന് കളിയാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉസ്താദിനെ കളിയാക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് അങ്ങനെയൊക്കെ എത്ര ആളുകൾ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം.
അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർ എത്ര തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ എത്ര തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ നമുക്കുള്ള ഏറ്റവും വലിയൊരു വഴികാട്ടികളാണ്. നമുക്കെന്നും അവർ അധ്യാപകരാണ്, നമുക്കെന്നും അവർ മാതാപിതാക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സ്വഹാബത്തിന്റെ മാതാപിതാക്കൾ വിശ്വാസികളല്ലാത്ത സമയത്ത് അവരോടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നബിയെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നത് അവർ നിന്റെ മാതാപിതാക്കളാണ് കേട്ടോ എന്നായിരുന്നു. അത് അല്ലാഹുവിന്റെ ഹബീബിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കലായിരുന്നു. അത് മറക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധ്യാപകർ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അധ്യാപകരും അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഒരുപോലെയാണ്. മാതാപിതാ ഗുരു ദൈവം, ഇത് പറയുന്നത് വെറുതെയല്ല. മാതാപിതാക്കൾ ഒരു ഗുരുവിനെ കാണിച്ചു കൊടുക്കണം, നല്ല ഗുരുവിനെ. ആ നല്ല ഗുരുവാണ് നമ്മുടെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മദ്രസയിൽ നിന്ന്, സ്കൂളിൽ നിന്ന് ഒക്കെ കിട്ടുന്ന ആ തർബീയത്ത്, അതിൽ വളരാൻ നമുക്ക് കഴിയണം. അത് വളരാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ നാളെ ആ മക്കൾ നാളെ നമുക്ക് തിരിഞ്ഞു നിൽക്കും. നോക്കൂ, നാളെ റബ്ബിന്റെ മുമ്പിൽ ആ കുട്ടി പറയും, എന്നെ ശിക്ഷിച്ച സമയത്ത്, ആ സമയത്ത് ഈ രക്ഷിതാവ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നന്മ പറഞ്ഞു, മോനെ നിന്നെ അടിച്ചത് എന്തിനാണെന്നറിയോ, ഇന്ന കാര്യം കൊണ്ടാണെന്ന് ആ രക്ഷിതാവ് നല്ല രൂപത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവൂലായിരുന്നു. എന്നിട്ടോ ഇന്ന് അടിച്ചിറക്കാണ്. വേറെ ഏതോ ഒരു ലോകത്ത് നടന്ന ഒരു സംഭവം, വേറെ ഏതോ ഒരു കുട്ടി ആരോ അടിച്ച കുറെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെയാണ് ആ കുട്ടിയെ തല്ലിയത്, വേറൊരു കുട്ടിയുടെ ഫോട്ടോയും വീഡിയോസും വെച്ചിട്ട് കർണാടകയിൽ നടന്ന ആ കുട്ടിയുടെ ഫോട്ടോ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ പരസ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് രണ്ട് ഭാഗവും ക്ലിയർ ആക്കിയിട്ട് നടക്കുകയാണ് ചില ആളുകൾ. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങൾ അത് പൈശാചിക ഒരു ചിന്തയും പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈമാനും നമ്മുടെ ഭാവിയെയും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കുട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ ഈ ഉസ്താദിനെയും പിതാവിന്റെ മുമ്പിലും വെച്ചിട്ട് ആ കുട്ടി ചിലപ്പോൾ നാളെ പറയും, എന്റെ പിതാവ് എന്നെ തല്ലിയതിന്റെ പേരിൽ ഉസ്താദിനെ തച്ചിട്ടുണ്ട്, എന്റെ ഉസ്താദിനെ തച്ചിട്ടുണ്ട്, ആ ഉസ്താദ് തല്ലിയത് കൊണ്ട് ആ ഉസ്താദിന് വിഷമം അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയായി മാറിയെന്ന് അള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുന്ന് ഈ കുട്ടി പറയും. ഉസ്താദ് പറയും, ഞാൻ നന്മ ഉദ്ദേശിച്ചിട്ടായിരുന്നു തല്ലിയത്, എന്നെ അടിക്കാൻ മാത്രം അടി ഞാൻ തല്ലിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉസ്താദ് പറയില്ലേ? പ്രശ്നം അപ്പൊ പിതാവിന്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. അതാ പറയുന്നത്, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്തെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ഉസ്താദുമാരോ മാഷന്മാരോ തല്ലുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കാളപ്പറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുത്ത് ഓടാതെ അതിന്റെ നിജസ്ഥിതി സത്യാവസ്ഥ അറിഞ്ഞ് നിയമപരമായിട്ടുള്ള രീതിയിൽ സൗമ്യപരമായിട്ടുള്ള രീതിയിൽ ഇടപെടൽ നടത്തുക. എന്നിട്ട് എന്താണോ കമ്മിറ്റിക്കാർ അവിടുന്ന് പറയുന്നത് ആ കാര്യം നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരാജയം നൽകും. ദേഷ്യത്തിൽപ്പെട്ടിട്ട് അങ്ങോട്ട് അടിച്ചു, അങ്ങോട്ട് ചീത്ത പറഞ്ഞു, ചെന്നിട്ട് കോളർമ പിടിച്ചു, വലിച്ചിട്ടടിച്ചു, എന്താണ് അതുകൊണ്ട് നേട്ടം? നാട്ടിലും സമൂഹത്തിലും നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയില്ലേ? പിറ്റേ ദിവസം തന്നെ അതിന്റെ ഒരു വീഡിയോസ് വന്നിരുന്നു. വളരെ ഒരുപാട് ജനസാഗരം അങ്ങനെ നിൽക്കുക. എന്തിനാ? ഉസ്താദിനെ ഒരുത്തൻ തല്ലി എന്നറിഞ്ഞപ്പോൾ അവനെതിരായിട്ട് ഉസ്താദിന്റെ ഭാഗത്താണ് ആ മഹലിന്റെ മൊത്തം ആളുകളും. ആലോചിക്കണം നിങ്ങൾ, അവൻ ഒറ്റപ്പെട്ടു പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.